അങ്ങനെ MSCയുടെ കൂറ്റൻ കപ്പലായ ഐറിനെയും വിഴിഞ്ഞം തുറമുഖം തൊട്ടിരിക്കുകയാണ്. അഭിമാന ചരിത്ര നിമിഷം തന്നെയാണ് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം. ഇന്ത്യയിൽ തന്നെ ഒരു തുറമുഖത്ത്, അതും വിഴിഞ്ഞത്ത് ആദ്യമായാണ് ഈ കൂറ്റൻ കപ്പലായ ഐറിന് എത്തുന്നതും എന്നതും പ്രസക്തമാണ്. അതോടൊപ്പം തന്നെയാണ് 1/2 കിലോമീറ്ററോളം നീളം, അതായത് 400 മീറ്റർ നീളമാണ് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത്. അത്രയും വലിയ ഒരു കപ്പലാണ് ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്ത് ബർത്ത് ചെയ്തിരിക്കുന്നത്. ഇത് സ്വാഭാവികമായും സംസ്ഥാനത്തെയും അതോടൊപ്പം തന്നെ ഈ ചരക്ക് ഗതാഗതത്തെയും സംബന്ധിച്ച് വലിയ ഒരു നേട്ടം തന്നെയാണ്. കമ്മീഷൻ ചെയ്ത 1 മാസം മാത്രം കാലം പിന്നിടുമ്പോഴാണ് ഇത്രയും അഭിമാനകരമായ ഒരു നേട്ടം, അതായത് കൂറ്റൻ കപ്പലുകളിൽ 6 എണ്ണത്തിൽ ഏറ്റവും ഒന്നാമതായി നിൽക്കുന്ന ഐറിനെയാണ് ഇന്ന് ഇപ്പോൾ വിഴിഞ്ഞത്ത് എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പറയാനുള്ളത്, ഇത്തരത്തിൽ നിലവിൽ 24,000 കണ്ടെയ്നറുകൾ വഹിക്കാനുള്ള ശേഷി ആ കപ്പലിന് ഉണ്ട്. 14,000-ഓളം കണ്ടെയ്നറുകളുമായാണ് കപ്പൽ വിഴിഞ്ഞത്ത് എത്തിയത്. അതിൽ 4,000-ഓളം കണ്ടെയ്നറുകൾ കപ്പലിൽ നിന്നും ഇവിടെ ഇറക്കി ശേഷം യൂറോപ്പിലേക്ക് നാളെയോടെ മടങ്ങും എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെയാണ് മറ്റൊരു പ്രധാന കാര്യം, സിംഗപ്പൂരിൽ നിന്നുമാണ് കപ്പൽ ഇങ്ങ് വിഴിഞ്ഞത്തേക്ക് യാത്ര ആരംഭിച്ചത്. കഴിഞ്ഞ മാസം 29-ാം തീയതിയോടെയായിരുന്നു യാത്ര ആരംഭിച്ചത്. ഏതായാലും നിലവിൽ കപ്പൽ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഏറ്റവും അഭിമാനകരമായ നിമിഷമായി നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്, ഈ കപ്പലിനെ ഇങ്ങോട്ടേക്ക് വിഴിഞ്ഞത്തേക്ക് കൊണ്ടുവന്നത് തൃശ്ശൂർ സ്വദേശിയായ വില്ലി ആന്റണി എന്ന ക്യാപ്റ്റനാണ്. അതോടൊപ്പം തന്നെ കപ്പലിൽ 35 ജീവനക്കാരാണ് ഉള്ളത്. ഒപ്പം തന്നെ അതിൽ ഒരാൾ മലയാളിയായ കണ്ണൂർ സ്വദേശിയായ അഭിനന്ദ് എന്ന വ്യക്തി കൂടിയാണ്. ഏതായാലും മലയാളികളെ സംബന്ധിച്ചിടത്തോളം ചരിത്ര നേട്ടം തന്നെയാണ് വിഴിഞ്ഞത്ത് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഈ 4,000-ഓളം കണ്ടെയ്നറുകൾ ഇറക്കി നാളെയോടെ കപ്പൽ യൂറോപ്പിലേക്ക് മടങ്ങുകയാണ്.